പ്രകൃതിയോടിണങ്ങിയ ജീവിതത്തിന്റെ നേർരൂപമാണ് പണിയ നൃത്തത്തിന്റെ വാദ്യോപകരണങ്ങളും ആടയാഭരണങ്ങളും. കലയും ജീവിതവും പ്രകൃതിയോട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നതാണെന്ന് തെളിയിക്കുകയാണ് ഈ കലാരൂപം. പണിയ നൃത്തത്തിന്റെ സ്പന്ദനമാണ് തുടിയും ചീനിയും. അതുപോലെ തന്നെ പണിയ നൃത്തത്തിന്റെ അഴകാണ് കാശിമാലയും താലിമാലയും അതുപോലെ തന്നെ കുന്നിക്കുരു കമ്മലും. ഈ വാദ്യോപകരണങ്ങളും ഈ വസ്ത്രവും പരിചയപ്പെടുത്താൻ നമ്മളോടൊപ്പം ഉള്ളത് വയനാട്ടിൽ നിന്നുള്ള പരിശീലകനായ പണിയ നൃത്തത്തിന്റെ പരിശീലകനായ ഉണ്ണിമാഷാണ്. ഉണ്ണിമാഷെ, എന്താണ് ഈ വസ്ത്രാലങ്കാരത്തിന്റെയും ഈ തുടികളുടെയൊക്കെ ഒരു ഭാവം? അതെന്ന് വെച്ചാൽ തുടി ചീന എന്ന് പറയുന്നത് നമ്മുടെ ആചാരപരമായിട്ടുള്ള പല എല്ലാം, അതായത് പ്രായപൂർത്തിയായ ഇതാണെങ്കിലും മരിച്ച ചടങ്ങാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ദൈവത്തിനെ വിളിക്കുന്ന പരിപാടിയാണെങ്കിൽ അങ്ങനെ എല്ലാത്തിനും ഈ തുടിയും ചീന എന്ന് പറയുന്ന സംഭവം നമ്മുടെ ആചാരത്തിൽ അടങ്ങിയ ഒരു സംഭവമാണ്. ഇത് വലിയ മരം, ഇത് വലുതുമരമാണ്. ഇത് വലുതുമരവും ഇത് നടുമരം ചെറുമരം, ഇത് മൂന്ന് ആണുള്ളത്. അപ്പോൾ ഈ വലുതുമരത്തിന്റെ ടൂണിന്റെ ഈ അടീന്റെ കൂടെയാണ് ബാക്കിയുള്ള മരങ്ങളുടെ ആ അടീന്റെ ഇത് വരുന്നത്. അപ്പോൾ ഇതിന് പല ആചാരത്തിന്റെ ആ ഒരു ഇതിനും ഓരോ തുടിയുടെ ടൂണുകൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ പിന്നെന്ന് വെച്ചത് ഇവരുടെ മാലകളാണ്. ഈ മാലകളെന്ന് വെച്ചാൽ കല്ലമാല എന്നാണ് ഇതിന് പറയുന്നത്. ഇത് കല്ലമാല എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ മുത്തുകളാണത്. ആ മുത്തുകളെ കോർത്തെടുക്കാൻ നല്ല പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവരുടെ ഈ കൈത്തിൻ്റെ ഇവിടെ ഉള്ളത് മുടച്ചിള് എന്ന് പറയും, പിന്നെ താലിമാല, പണത്താരി, അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ കുന്നിക്കുരു കൊണ്ടുള്ള കമ്മലാണ്. ഈ കമ്മലെന്ന് വെച്ചാൽ നമ്മുടെ ഉറുമ്പുത്തേൻ എന്ന് പറയും ഞങ്ങളോടൊക്കെ. ചില സ്ഥലത്ത് എങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളുടെ വയനാട്ടിൽ ഉറുമ്പുത്തേൻ എന്ന് പറയും. ഈ ചെറിയ പ്രാണികളുണ്ട്, ഒരു കറുത്തത്, അതിൻ്റെ ഒരു ഇതുണ്ട്, അതിൻ്റെ ഒരു കറുത്തൊരു പശയാണ്. അതെടുത്തിട്ട് ആ തേനിൻ്റെ ഇതെടുത്തിട്ടാണ് ഇതിനെന്താക്കുന്നത്, ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ചിലത് ഓല കൊണ്ട് മാത്രമായിട്ട് ഇങ്ങനെ ചുരുട്ടിയായിട്ട് കാതിൽ ഇതാക്കാറുണ്ട്. അല്ലാതെ തന്നെ ചിലർ ഇങ്ങനെ കമ്മല് ഓല കൈതോല ചുട്ടെടുത്തിട്ടാണ് ഇത് ചുരുട്ടിയിട്ട് അതിനകത്ത് ഉറുമ്പത്തേൻ്റെ ഇതെടുത്തിട്ട് ഇതാക്കിയിട്ട് പിന്നെ കുന്നിക്കുരിൻ്റെ മുത്തുകൾ ഓരോന്നായിട്ട് മഞ്ചാടി എടുത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ടതാണല്ലോ ഈ ചീനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ്. ഇതിന് അതിൻ്റെതായ ഒരു ചെറിയൊരു പീലി, അതായത് ഈ ഒരു ചെറിയൊരു സംഭവത്തിലാണ് അതിൻ്റെ ഒരു സൗണ്ട് വരുന്നത്. അപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഓല ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് കിട്ടത്തില്ല, ആ സൗണ്ടിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇതിനായിട്ടൊരു വെല്ലോല എന്നൊക്കെ പറയും. ആ ഓല ആണെങ്കിൽ കൂടുതലും സൗണ്ട് ഉണ്ടാവും, പാടാൻ അത്ര റിസ്ക് ഉണ്ടാവില്ല. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ എന്ന് പറയാ പൂർവികരായ പിന്നെ അമ്മച്ചൻ അല്ലെങ്കിൽ വയസ്സായ ആളുകളാണ് ഇത് പാടുന്നത്. ആ പാടാൻ വേണ്ടി കൂടുതലും റിസ്ക് എടുത്തൊരു പരിപാടിയാണ്. എനിക്ക് അങ്ങനെയുള്ളൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നപ്പോഴാണ് ഇതിനോട് കൂടുതലൊരു ഈ ചീനേൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടായിരുന്നത്. കാരണം അതുവരെ നമ്മൾ തുടി അടിക്കുക, കളിക്കുക, പാടുക, അങ്ങനെ ഒരു ഇതിനകത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇപ്പോൾ ഈ രണ്ട് വർഷത്തെ കഴിഞ്ഞ വർഷം ഈ വർഷത്തെയും ഒരു കുറച്ചുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഇതിലൂടെ കൂടി തന്നെ ഞാനും കുറച്ച് പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ മുഖ്യ പരിശീലകനാണ്. മാത്രവുമല്ല ഈ വാദ്യോപകരണങ്ങളും ഈ ആഭരണങ്ങളുമെല്ലാം ഈ ഗോത്രകലയെ ഏറ്റവും പ്രകൃതിയെ കോർത്തിണക്കുന്ന ഒരു കണ്ണി കൂടിയായി മാറുകയാണ്.